പോലീസ് സ്റ്റേഷന് തൊട്ടുമുന്നിൽ റോഡിൽ പന്തലിട്ട് സമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ എന്തു ചെയ്തുവെന്നായിരുന്നു കോടതിയിൽ നേരിട്ട് ഹാജരായ വഞ്ചിയൂർ സിഐയോട് ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ ചോദ്യം. പന്തൽ പൊളിക്കാൻ പറഞ്ഞിട്ടും പാർട്ടി നേതാക്കൾ കൂട്ടാക്കിയില്ലെന്നായിരുന്നു സിഐയുടെ മറുപടി. കേസെടുത്തിട്ടുണ്ട്. മൈക്ക് സെറ്റും വണ്ടിയും പിടിച്ചെടുത്തു. തടിതപ്പാനുള്ള ന്യായീകരണങ്ങളും സിഐ നിരത്തി. ഇത് കോടതിയെ കൂടുതൽ ചൊടിപ്പിച്ചു. പൊതുയോഗത്തിൽ പങ്കെടുത്തവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? അവർ വന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തത് എന്തുകൊണ്ട്? അവിടെ ഒരു നാടകവും കളിച്ചില്ലേ? അവരുടെ വാഹനവും പിടികൂടാത്തത് എന്തുകൊണ്ടാണ്? ഡിവിഷൻ ബെഞ്ച് കടുത്ത നിലപാടെടുത്തതോടെ സിഐ വിയർത്തു. സംഭവങ്ങളെല്ലാം DGP അറിഞ്ഞില്ലേ എന്നും കോടതി ആരാഞ്ഞു. രാഷ്ട്രീയ സ്വാധീനത്തിലാണോ പോലീസ് ശക്തമായ നടപടികൾ എടുക്കാത്തത്? വഞ്ചിയൂരിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിലും റോഡടച്ച് സമരം ചെയ്തില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു. CPM പാളയം ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദിയിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയെന്ന് കണ്ടെത്താനും അവർക്കെതിരായ നടപടികൾ അറിയിക്കാനും DGPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് വഞ്ചിയൂരിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ പാളയം ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾക്കെതിരെ കേസെടുത്ത് സംഭവം തണുപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അടക്കം പാർട്ടിയിലെ ഉന്നതർ തന്നെ റോഡടച്ച് പന്തലിട്ടതിന് മറുപടി പറയേണ്ടി വരും. മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമ വാർത്തകളും ഹൈക്കോടതി പരിശോധിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.